രാവിലെ ഇതാ ചായയൊക്കെ അങ്ങ് തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ രാവിലെ കഴിക്കാനായിട്ട് ഇന്നിപ്പോൾ ഇതാ ഉപ്പുമാവാണ്. ഉപ്പുമാവൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അങ്ങ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. തേങ്ങയൊക്കെ ചേർത്ത് റവയും ഗോതമ്പ് റവയും കൂടെ കുറച്ചുണ്ടായിരുന്നു. രണ്ടും കൂടെ അങ്ങ് ഒരുമിച്ചിട്ടിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയതാണ്. എങ്ങനെ ഉണ്ടാവുന്നൊന്നും അറിയില്ല. അപ്പോൾ അതെന്തായാലും അവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ ചായ ഇടണം, ചായ കുടിക്കാം. ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാ നമ്മൾ കാലത്തെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അടുക്കളയിൽ കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ചു. പിന്നെ അതാ ഈ ഒരു മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വിടുന്ന ഒരു തിരക്കിലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് മറക്കാണ്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ അടിക്കുക കേട്ടോ. എന്നാൽ മാത്രമേ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് എല്ലാവരിലേക്കും നോട്ടിഫിക്കേഷനായിട്ട് പോവുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ അതാ ഞാനത് അവിടെ മുറ്റമൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിള്ളേരൊക്കെ ഇതാ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. ഏട്ടനൊന്ന് പണിയൊന്നുമില്ല. ഏട്ടൻ ഇന്നിപ്പോൾ ഇതാ ബലിയൊക്കെ ഇടാനായിട്ട് പോയിട്ട് വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ കർക്കിടക വാവ് ദിവസമാണ്. അപ്പോൾ ബലിയൊക്കെ ഇടാനായിട്ട് പോയി. രാവിലെ നേരത്തെ പോയിട്ട് വന്നു. പിന്നെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞു ആൾ. അപ്പോൾ 4 മണിയാകുമ്പോഴത്തേക്കും പോയിട്ട് ആൾ പോയി. ഒരു 5:30-6 മണിയാകുമ്പോഴത്തേക്കും വന്നു. പിന്നെ കുറച്ച് നേരം കിടന്നുറങ്ങി. അങ്ങനെ മൂപ്പർ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഉപ്പുമാവും ചായയൊക്കെ ഉണ്ടാക്കി വെച്ചു. പിന്നെ അതവിടെ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു പോരുകയാണ് കേട്ടോ. അപ്പോൾ തേങ്ങ ചകിരിയൊക്കെ ഇവിടെ ഇങ്ങനെ തേങ്ങ പൊതിച്ചിട്ട് 2-3 ദിവസമായിട്ട് ചകിരി അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ഏട്ടൻ തേങ്ങ പൊതിച്ച് അവിടെ തന്നെ ഇടും കേട്ടോ. അപ്പോൾ പിന്നെ ഞാനതൊക്കെ ഒന്ന് ടയർ കൊട്ടയിലാക്കിയിട്ട് അപ്പുറത്ത് കൊണ്ടിട്ടു. പിന്നെ ഈ ഭാഗത്തൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് അങ്ങനെ നമ്മളിതാ കയ്യൊക്കെ മുഖമൊക്കെ കഴുകിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. അതിന് ശേഷം പിന്നെ ഇന്നിപ്പോൾ ഇത്തിരി നല്ല വെട്ടവും വെളിച്ചമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ വിചാരിച്ചു എന്തായാലും വീടൊക്കെ ഒന്ന് അടിച്ച് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ദാ തുടയ്ക്കാനുള്ള ചപ്പയും കോലും ഒക്കെ ആയിട്ട് വന്നതാണ്. കുറേ ദിവസമായിട്ടാണ് തുടച്ചിട്ട്. ഇപ്പോൾ മഴയൊക്കെ പെയ്യുന്നത് കൊണ്ട് അങ്ങനെ അധികം അങ്ങോട്ട് തുടയ്ക്കണമൊന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ ഒരാഴ്ചയിൽ ഒരു 2 തവണയെങ്കിലും തുടയ്ക്കണതാണ്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച അങ്ങനെ തുടച്ചതാണ് കേട്ടോ. ഇപ്പോൾ 5-8 ദിവസമായിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും വെയിൽ കണ്ടപ്പോൾ ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ മഴയൊക്കെ പെയ്യുന്നത് കൊണ്ട് ഇവിടെ എന്താ പറയുക, നമ്മൾ എത്ര തുടച്ച് കഴിഞ്ഞാലും വെള്ളം അങ്ങോട്ട് വലിയില്ല കേട്ടോ. ഇങ്ങനെ വെള്ളം കിനിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ട് അങ്ങനെ വെയിൽ വന്നിട്ട് വേണം തുടയ്ക്കാനെന്നും പറഞ്ഞിട്ട് അങ്ങനെയാണ്. മത്തനല ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. മത്തല നല്ല പിഞ്ച് മത്തലെടുക്കും. നല്ല തളയിൽ നോക്കി എടുക്കും. മൂത്തത് പിടിച്ചു. അപ്പോൾ ഞാനിത് അവിടെ കൂട്ടാൻ വെക്കാനായിട്ട് ഇങ്ങനെ എന്താ വയ്ക്കുക എന്ന് പറഞ്ഞിട്ട് ആലോചിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ഒന്നാമത് ഇവിടെ കർക്കിടക വാവ് ദിവസം സാധാരണ ചിക്കനൊക്കെ വാങ്ങിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് പിന്നെ അതൊന്നും വാങ്ങിച്ചില്ല കേട്ടോ. അപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊന്നും വാങ്ങിക്കാനായിട്ട് നിന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ എന്താ കൂട്ടാൻ വയ്ക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചിരുന്നതാണ്.
അപ്പോഴാണ് ഇതാ നമ്മുടെ തൊടിയിൽ നിറയെ മത്തൻ്റെ വള്ളി നിൽക്കുന്നുണ്ട്. മത്തനും ഉണ്ട് കുമ്പളങ്ങിയും ഉണ്ട് കേട്ടോ. അപ്പോൾ മത്തൻ്റെ വള്ളികൾ നന്നായിട്ട് തളർത്ത് അങ്ങോട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അത് പറിച്ചിട്ട് ഉപ്പേരി എന്തെങ്കിലും വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ആലോചിച്ചു ഉപ്പേരി വെക്കാൻ ബീൻസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉരുളക്കിഴങ്ങ് വഴുതനങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്നാലും ചാറ് കറി എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ പിന്നെ മത്തൻ്റെ ഇലയുണ്ടല്ലോ അതൊന്നും ഇങ്ങനെ താളിച്ചെടുക്കാൻ വിചാരിച്ചു. നമ്മൾ എന്താണ് സിമ്പിളായിട്ട് മത്തൻ്റെ ഇല താളിക്കില്ലേ, മുരിങ്ങയില താളിക്കുന്നത് പോലെ അങ്ങനെ മത്തൻ്റെ ഇല ഒന്ന് വെച്ചിട്ട് താളിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മത്തൻ്റെ ഇലയൊക്കെ പറിച്ചുകൊണ്ട് വന്നു. അത് ഒരുപാട് മൂപ്പില്ലാത്തത് നോക്കി വലിക്കണം കേട്ടോ. അതായത് തളിര് ഇല നോക്കി വലിക്കണം. എന്നിട്ട് നമ്മളിതാ അവിടെ ഇതുപോലെ അങ്ങോട്ട് പിച്ചിക്കീറി എടുക്കണം കേട്ടോ. ഇതിലിപ്പോൾ വലിയ മണ്ണും ചളിയൊന്നും ഇല്ല, കാരണം ഇത് മുകളിലാണ് നിൽക്കുന്നത്, താഴെ ഒരുപാട് താഴെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിൽ വലിയ കാര്യമായിട്ടുള്ള ചളിയൊന്നുമില്ല, എന്നാലും കഴുകണം. അപ്പോൾ നമ്മളിതാ ഇവിടെ ഇങ്ങനെ മത്തൻ്റെ ഇലയൊക്കെ ഒന്ന് ഇങ്ങനെ പിച്ചി കീറി ഇതിൻ്റെ ഞരമ്പ് ഉണ്ടല്ലോ, വലിയ ഞരമ്പ്, അത് മാത്രം അങ്ങോട്ട് കളഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ അങ്ങോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കഴുകിയിട്ട് ചെറുതായിട്ട് മുറിക്കണം. അല്ലെങ്കിൽ അത് മുറിച്ചുകൊണ്ട് വന്നതും തന്നെ കഴുകി അതിൽ വെള്ളമൊക്കെ ഒന്ന് തോർത്തിട്ട് ഇതുപോലെ ആക്കിയെടുത്താലും മതി കേട്ടോ. പിന്നെ ഞാനിത് അവിടെ അടുപ്പൊക്കെ ഒന്ന് കത്തിക്കാനായിട്ട് വന്നിട്ടുണ്ട്. മത്തൻ്റെ ഇലയൊക്കെ ഒന്ന് ശരിയാക്കി വെച്ചു. ഇനിയിപ്പോൾ ചോറ് വയ്ക്കണമല്ലോ. അപ്പോൾ ചോറ് വയ്ക്കാനുള്ള അടുപ്പൊക്കെ ഒന്ന് കത്തിക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ കഴിക്കാനൊക്കെ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ചോറും കറിയൊക്കെ വയ്ക്കുന്നത് കുറച്ച് പതുക്കെ തന്നെ കേട്ടോ. ഒരു 10 മണിക്ക് ശേഷമൊക്കെയാണ് തീ ഇടുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ വൈകുന്നേരത്തേക്കും ചേർത്തിട്ട് വയ്ക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചോറിനുള്ള തീയിടാനായിട്ട് അടുപ്പിൻ്റെ ചുവട്ടിൽ വന്നു. നമ്മുടെ ചാരമൊക്കെ ഒന്ന് തലേ ദിവസം നമ്മൾ തീ കത്തിച്ചതിൻ്റെ ബാക്കിയുള്ള ചാരം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ അടുക്കളയൊക്കെ ഒന്ന് അടിച്ച് വിടുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അടുക്കള ചൂട് കൊണ്ട് അടിക്കുന്നത് കണ്ടിട്ട് മുന്നിട്ടാണ് നമ്മുടെ രജിക്കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇങ്ങനെ അടുക്കള എന്ന് പറഞ്ഞാൽ നമ്മൾ തീ കത്തിക്കുന്ന ഭാഗത്ത് ഇങ്ങനെ ചൂട് കൊണ്ടൊന്നും അടിക്കണത് നല്ലതല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ വീഡിയോ കണ്ടപ്പോഴാണ് കേട്ടോ അത് ഓർത്തത്. അപ്പോൾ ഞാനിങ്ങനെ ചാരമൊക്കെ ആയാൽ അടിച്ചു വിടാറാണ് പതിവ്. ഇങ്ങനെ തുടയ്ക്കാനൊന്നും നിൽക്കില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അതുകൊണ്ടാണ് തുടയ്ക്കും, പക്ഷേ നമ്മൾ അടുക്കളയൊക്കെ ഒന്ന് തുടച്ചിറക്കുന്ന സമയത്ത് അങ്ങനെ തുടയ്ക്കുന്നല്ലാതെ നമ്മളെപ്പോഴും ഇതുപോലെ ചാരമൊക്കെ വാരി ഇവിടെ പൊടിയും പൊട്ടൊക്കെ ആകുമ്പോൾ അങ്ങനെ ചൂലെടുത്ത് അടിക്കുകയാണ് കേട്ടോ പതിവ്. അപ്പോൾ എന്തായാലും ചുള്ളി വിറകൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് പൊട്ടിച്ചിട്ട് വിളക്കൊക്കെ ഒന്ന് കത്തിച്ച് വെച്ച് നമ്മുടെ അടുപ്പ് കത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇന്നെന്താണെന്നറിയില്ല, നമുക്ക് അടുപ്പൊക്കെ പെട്ടെന്ന് തന്നെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അങ്ങനെ മഴയൊന്നുമില്ല. 2-3 ദിവസമായിട്ട് നല്ല, ഞാൻ പറഞ്ഞില്ലേ, വെയിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു തണുപ്പും ഇതൊന്നും ഇല്ല കേട്ടോ നമ്മുടെ അടുപ്പിന്. അല്ലെങ്കിൽ ചോന്ന് മഴ പെയ്യുന്ന സമയത്ത് ഈ തൊട്ടടുത്ത് തന്നെയല്ലേ മഴ പെയ്യുന്നത്, അപ്പോൾ ഇങ്ങനെ തണുപ്പടിച്ചിട്ട് വല്ലാണ്ട് അങ്ങോട്ട് തീ പിടിച്ച് കിട്ടുമൊന്നുമില്ല. ഇന്നിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, വേഗം തന്നെ തീയൊക്കെ പിടിച്ച് കിട്ടി. അങ്ങനെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വലിയ ചട്ടിയിൽ തന്നെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്, 2 നേരത്തേക്കുള്ളത് കൊണ്ട്. ഇത്രയും വലിയ ചട്ടിയിലൊന്നും ഞാൻ സാധാരണ വെക്കാറില്ല കേട്ടോ. ചെറിയ ചട്ടിയുണ്ട്, പക്ഷേ അത് ഇത്തിരി ചെറുതായിട്ടൊരു ചിന്നൽ വന്നിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ അടുപ്പത്ത് വീഴുന്നതുകൊണ്ട് ഞാൻ ഇത്തിരി വലിയ ചട്ടിയിൽ വെച്ചു, വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ ഒന്ന് ഇടത്തോടെ വെന്തോട്ടെ അല്ലേ നമ്മുടെ ചോറ്. അപ്പോൾ നമ്മൾ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് വേഗം തന്നെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്, തിളയ്ക്കാറായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും അരി ഇടാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ ഞാൻ അരി ഇളക്കുന്നത്. അപ്പോൾ നാഴിയൊന്നുമില്ല, നാഴിയൊക്കെ ഉണ്ടായിരുന്നതൊക്കെ എവിടെ പോയി എന്നൊന്നും അറിയില്ല. ഞാൻ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ ഇവിടുന്ന് ഓരോന്നായിട്ട് മിസ്സാവും കേട്ടോ. അപ്പോൾ എന്തായാലും നാഴിക്ക് പകരം ഞാനിങ്ങനെ ഒരു കപ്പാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അളവ്. പക്ഷേ ഈ ഒരു കപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ
നമ്മൾ ഒരു നാഴി എടുക്കുന്നതിൻ്റെ അളവൊന്നുമില്ല കേട്ടോ, കറക്റ്റ് അളവൊന്നും അല്ല, അതിനേക്കാളും കുറവാണ് ഈ കപ്പിൽ. അപ്പോൾ ഈ ഒരു കപ്പിൽ തന്നെയാണ് കേട്ടോ ഞാൻ അളക്കണത്. അപ്പോൾ എന്തായാലും ഒരു 2-3 ഗ്ലാസ് അരി ഇട്ടിട്ടുണ്ട്, 2 നേരത്തേക്കുള്ളത് കേട്ടോ. 3 കപ്പ് അരി ഇട്ടാൽ നമുക്ക് 2 നേരത്തേക്കും സുഖമായിട്ട് കഴിക്കാം, നമുക്കും കഴിക്കാം, നമ്മുടെ റോസിക്കും ഒക്കെ അതിൽ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ചോറിനുള്ള അരിയൊക്കെ ഇട്ടു. പിന്നെ പെട്ടെന്ന് തന്നെ തുണികളൊക്കെ ഒന്ന് കഴുകിയിട്ടു കേട്ടോ. നമ്മൾ രാവിലെ തന്നെ ഞാൻ സോപ്പ് വെള്ളത്തിലൊക്കെ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് വേഗം തന്നെ ഓടിപ്പോയി. ചോറൊക്കെ വേകുമ്പോഴത്തേക്കും ഞാനിത് നനച്ചിട്ടു കേട്ടോ. ഇപ്പം നല്ല വെയിലാണല്ലോ, അപ്പോൾ പിന്നെ ഏട്ടൻ ഇങ്ങനെ കിടന്ന് പറയുന്നുണ്ട് വെയിൽ കാണുമ്പോൾ ഒന്ന് നനച്ചിട്ടൂടെ, മഴ വരുമ്പോഴാണ് തുണി നനയ്ക്കണമെന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചിട്ട് അതൊന്ന് തോരാനായിട്ട് ഇടുകയാണ്. വൈറ്റ് കളർ പലാസ പോലത്തെ ചെറുത് ആ റൂമിലുണ്ട്. അപ്പോൾ എന്തായാലും തുണി തോരാനൊക്കെ ഇട്ടിട്ട് വന്നിട്ട് വേഗം തന്നെ അത് അടുപ്പത്ത് ഉപ്പേരി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇന്ന് ഉപ്പേരി ഉണ്ടാക്കുന്നത് ഉരുളക്കിഴങ്ങും വഴുതനങ്ങയും കൂടെ ഒരു കുഴമ്പ് പോലെ വെക്കാമെന്ന് വിചാരിച്ചിട്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, മത്തൻ്റെ ഇല താളിക്കുമ്പോൾ ഇത്തിരി ചൊടുക്കനെയുള്ള ഉപ്പേരിയോ അല്ലെങ്കിൽ ഉണക്കമീൻ വറുത്തതൊക്കെയാണ് നല്ലത് കോമ്പിനേഷൻ. പിന്നെ നമുക്ക് ഉപ്പേരി വെക്കാനായിട്ടുള്ളത് ആകെ പടവലങ്ങ, പിന്നെന്താണ് നമ്മുടെ ബീൻസ്, കൊത്തവര അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ. അതൊക്കെ ഉപ്പേരി വെച്ചാൽ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അത്ര അങ്ങോട്ട് രസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത്തിരി ഉണക്കമീനൊക്കെ ആണെങ്കിൽ നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്നുമില്ല, ഉണക്കമീനും ഇല്ല. അപ്പോൾ പിന്നെ വിചാരിച്ചു ഉരുളക്കിഴങ്ങും വഴുതനങ്ങയും കൂടെ ഇത്തിരി കുഴമ്പ് പോലെ എരിവൊക്കെ ഇട്ടിട്ട് നല്ല മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഉപ്പേരി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ചിക്കൻ എടുക്കണമ്മ എന്ന് പറഞ്ഞിട്ട് പിള്ളേരിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു രാവിലെ. കാരണം നമ്മൾ സാധാരണ നമ്മൾ കർക്കിടക വാവ് ദിവസം ചിക്കനൊക്കെ വെച്ച് നമ്മൾ ഇങ്ങനെ ബലിയിട്ടിട്ട് വരും. വീട്ടിലൊന്നും ഇങ്ങനെ വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ വെച്ച് മാറ്റുക എന്ന് പറയില്ലേ, അതൊന്നും ഇല്ല കേട്ടോ, അതൊന്നും ചെയ്യണില്ല. കുറേ ആയിട്ട് ഇപ്പം അങ്ങനെ അത് നിർത്തിയിരിക്കുകയാണ്. അതിനിപ്പോൾ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യില്ല. പക്ഷേ എന്നാലും നമ്മൾ വീട്ടിലൊക്കെ ചിക്കൻ വാങ്ങിച്ചിട്ട് വെക്കും. പക്ഷേ ഇന്ന് അത് വാങ്ങിക്കാത്തത് കൊണ്ട് പിള്ളേരിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, അമ്മ ചിക്കൻ വാങ്ങിക്കണില്ലെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഇന്ന് ചിക്കനൊന്നുമില്ല, ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞതാണ്. ഏട്ടന് പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ ബഡ്ജറ്റൊക്കെ ഇങ്ങനെ കുറച്ച് വരികയാണ് കേട്ടോ. അതായത് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചിലവൊക്കെ ഇങ്ങനെ ചുരുക്കിയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടി ഈ മാസം അങ്ങനെ കഴിഞ്ഞു പോകണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങും വഴുതനങ്ങയും ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അവസാനം തേങ്ങ ചിരവി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ചിരവി ഇടുക, അല്ലെങ്കിൽ തേങ്ങ ഒരു പൊട്ട് ഇങ്ങനെ അരച്ച് അങ്ങനെ കുഴമ്പ് പോലെ വെച്ചാലും നന്നായിരിക്കും. ഇപ്പം ഞാനിവിടെ തേങ്ങ അരച്ചിട്ടില്ല കേട്ടോ, ചിരവിയാണ് ഇട്ടത്. പിന്നെ ചോറായ വഴിക്ക് ഞാനിത് അവിടെ അടുപ്പത്ത് ചട്ടിയൊക്കെ വെച്ച് കൊടുത്തു. നമുക്കിനിയിപ്പോൾ അടുപ്പ് എന്തായാലും കത്തിപ്പോകുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ അടുപ്പത്ത് തന്നെ വെക്കാം. മുരിങ്ങയല്ല മത്തൻ്റെ ഇല താളിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മുടെ മൺചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കടുക് ഇട്ട് പൊട്ടിച്ചു. പിന്നെ കുറച്ച് വെളുത്തുള്ളി ഉണ്ടല്ലോ അതിട്ട് കൊടുത്തു. ഒരു 5-6 ചെറിയുള്ളിയും ഒരു 2-3 പച്ചമുളക് ചീന്തിയതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. നമ്മൾ വറമുളക് ഒരെണ്ണം പൊടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. കറിവേപ്പില ഇടുക. അപ്പോൾ കറിവേപ്പിലയൊന്നും ഞാൻ പൊട്ടിക്കാൻ പോയില്ല കേട്ടോ, അപ്പോൾ കറിവേപ്പിലയൊന്നും ഇട്ടിട്ടില്ല. അങ്ങനെ നമ്മുടെ വെളുത്തുള്ളിയും ചെറിയുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നമ്മൾ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ അത് ഒഴിച്ച് കൊടുക്കുകയാണ്. കഞ്ഞിവെള്ളം പറഞ്ഞാൽ ഇത്തിരി കുറുകിയിട്ടുള്ളത്, അടിയിൽ കിട്ടുന്ന കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, ഒരുപാട് വെള്ളം പോലെ അല്ലാത്ത ഇത്തിരി തിക്കായിട്ടുള്ള കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്ന് തിളപ്പിക്കട്ടെ. ഇതിപ്പോൾ ചൂടായിട്ടുള്ള കഞ്ഞിവെള്ളം ആയതുകൊണ്ട് പെട്ടെന്ന് തിളച്ച് വന്നു. കാരണം ഞാനിപ്പോൾ ചോറ് വാർത്തതേ ഉള്ളൂ കേട്ടോ.
എന്നിട്ടാണ് നമ്മൾ കറി വയ്ക്കാനായിട്ട് നിന്നത്. അപ്പോൾ പിന്നെ നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ കഞ്ഞിവെള്ളം തിളച്ച് വരികയും ചെയ്യും. അപ്പോൾ നമ്മുടെ കഞ്ഞിവെള്ളമൊക്കെ നല്ല കുടുകുടാന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ കഴുകി വാരി വെച്ച നമ്മുടെ മത്തലി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അത് ഇട്ടതും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ആക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ മുരിങ്ങയില ചേർക്കുമ്പോൾ അങ്ങനെ ചുങ്ങിപ്പോവില്ല, അതുപോലെ പോവും. എന്നാലും ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. കൂടുതലൊന്നും വെക്കേണ്ട, അപ്പോഴേക്കും തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. പോരാത്തതിന് നമ്മൾ കുലുന്തലയാണല്ലോ എടുത്തിട്ടുള്ളത്, വേഗം തന്നെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ നമ്മുടെ കഞ്ഞിവെള്ളവും മത്തലിയൊക്കെ കൂടെ നല്ലവണ്ണം അങ്ങോട്ട് വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ഉണ്ടോ നോക്കുക, അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു എന്താ പറയുക, കുഴപ്പമില്ല കേട്ടോ, നല്ലൊരു കറിയാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ ചുടുപ്പോടെ നമ്മുടെ ഉണക്കമീൻ വറുത്തതൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് മത്തല താളിച്ചതും നമ്മുടെ ഉരുളക്കിഴങ്ങും വഴുതനങ്ങയും കൂടെ ഉപ്പേരി ഉണ്ടാക്കിയതും പിന്നെ അച്ചാറും അതൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു ഉച്ചയൂണിൻ്റെ ഒരു കറികൾ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ ദിവസവും അങ്ങനെ പോട്ടെ അല്ലേ. ചില ദിവസങ്ങളിൽ കറികളൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി കറിയൊക്കെയാണ്. മത്തലയാണ് എന്ന് പറഞ്ഞിട്ട് വലിയ ഇതൊന്നുമില്ല, നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമായി. അങ്ങനെ നമ്മുടെ ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ ഒരു നല്ല വെയിലുള്ള ദിവസമാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ചാരുമോൾ ഡാൻസ് ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവളിനെ വിളിച്ചിട്ട് വരുന്ന സമയത്ത് ഏട്ടൻ വരുമ്പോൾ പൊക്കവടയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. തിന്നാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പൊക്കവട വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ ഞാൻ ഏട്ടൻ വരുമ്പോഴത്തേക്ക് ചായയൊക്കെ ഉണ്ടാക്കി വെച്ചു കേട്ടോ. അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കിയതും പൊക്കവടയും കൂട്ടിയിട്ട് ഇങ്ങനെ കഴിക്കുകയാണ്. പിന്നെ ഏട്ടനാണെങ്കിൽ ഇന്ന് ന്യൂസ് തന്നെ ഫുള്ള് ന്യൂസ് വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം നമ്മുടെ വയനാട്ടിൽ ഇങ്ങനെ ന്യൂസ് എത്ര കണ്ടാലും നമുക്കത് എന്താ പറയുക, എന്തായോ എന്നുള്ളൊരു ആവലാതിയാണ് അല്ലേ. അപ്പോൾ അതന്നെ കാണില്ല കേട്ടോ. പോണ്ടടി റോസി, ഇങ്ങോട്ട് വാന്ന്, ഇങ്ങോട്ട് വാ. കയ്യ മൊത്തം നക്കണ്. അതിൽ പ്ലാസ്റ്റിക് കവർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ റോസി ഇതപ്പോൾ 2 ദിവസമായിട്ട് ഞൊണ്ടിട്ടാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ റോസിൻ്റെ പിന്നാലെ ഇങ്ങനെ 2-3 നായ്ക്കൾ വന്നിട്ട് അവളെ കടിക്കാനായിട്ട് പോയപ്പോൾ ഏട്ടൻ പോയിട്ട് ഒരു വടി എടുത്തിട്ട് വേറെ നായിനെ എറിഞ്ഞതാണ് കേട്ടോ. പക്ഷേ ഇവളാണെങ്കിൽ ഇടയിൽ കൂടെ വന്നിട്ട് ഇവളുടെ കയ്യിൽ കൊണ്ടുവിട്ടാ, നന്നായിട്ട് കൊണ്ടു, അത് നന്നായിട്ട് വീഴുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 ദിവസമായിട്ട് ആൾ ഭയങ്കര എന്താ പറയുക, കാലൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വേദന എടുത്തിട്ട് ഞൊണ്ടിക്കൊണ്ട് നടക്കാനുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എണ്ണ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇന്നലെയും ഇട്ട് കൊടുത്തു. എണ്ണ ഇട്ട് കൊടുത്ത് അവളിങ്ങനെ നക്കി അതിനെ എടുക്കും കേട്ടോ. അവൾക്ക് അങ്ങനെ എണ്ണയൊന്നും പറ്റില്ല. അപ്പോൾ ഞാൻ കുറച്ച് പറ്റും പോലെയൊക്കെ ഇങ്ങനെ എണ്ണയൊക്കെ ഇട്ടിട്ട് ഒന്നിങ്ങനെ കാലിൽ ഒന്ന് തടവി കൊടുക്കുകയാണ് കേട്ടോ. പേടിച്ചു. അങ്ങനെ റോസിൻ്റെ കാലിലിങ്ങനെ അടി പറ്റിയിട്ട് റോസ് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാണുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. പക്ഷേ ഏട്ടൻ മനഃപൂർവ്വം ചെയ്തതല്ല, വേറെ നായിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. പക്ഷേ ഇവളാണെങ്കിൽ ഇടയിൽ കൂടെ ഏത് നായി വന്നാലും ഇടയിൽ കൂടെ അങ്ങോട്ട് പോകും കേട്ടോ. അപ്പോൾ അവരിനെ എറിയണത് ഇവളുടെ മേലെ കൊണ്ടു, അങ്ങനെ ആയതാണ് കേട്ടോ. പക്ഷേ ഏട്ടനത് നല്ല സങ്കടമുണ്ട്. ആളിങ്ങനെ എണ്ണയൊക്കെ എടുത്തിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കും. അതേപോലെ എൻ്റെ ഏട്ടനെ കാണുമ്പോൾ തന്നെ ഓടുകയാണ് കേട്ടോ. കാരണം അവൾക്ക് പേടിയായി, ഇങ്ങനെ ഉപദ്രവിക്കുമോ എന്ന് പറഞ്ഞിട്ട് ഒരു പേടി മനസ്സിലേക്ക് തട്ടി. അപ്പോൾ പിന്നെ അധികം ഏട്ടനങ്ങനെ ഇപ്പോൾ അടുത്തുള്ള ഞാനാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും ആളിനെ എന്താ പറയുക, എണ്ണയിട്ട് കൊടുക്കുന്നതും അവളുടെ അടുത്ത് പോയി ഇങ്ങനെ കൊഞ്ചിച്ചാൽ പിന്നെ അവൾക്കൊരു സമാധാനമാണ് അങ്ങനെ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വിടുകയാണ് കേട്ടോ. ഫോണും കൊണ്ട് എവിടേക്കാണ് ടുട്ടു? സൈക്കിളും കൊണ്ട് കളിക്കാൻ വരികയാണ്. ടുട്ടു ചായ കുടിച്ചാ?
മാളു അവളെവിടെ? ചിട്ടി ചേച്ചിയോ വീട്ടിലുണ്ടോ? വരാൻ പറയ്. കൊച്ചു ടി വി കണ്ടോണ്ടിരിക്കണേ, ഇങ്ങോട്ട് വരാൻ പറയ്. കുളിക്കണ്ടേ? എവിടെ പോയിട്ട്? ചവിട്ടാൻ അറിയില്ലടാ, നടന്നു പോണ. കാല് പെടലില് വെക്കാൻ പറയ്. ഓ 2ാം ക്ലാസ്സിൽ പഠിക്കണു, ഇനി സൈക്കിൾ ചവിട്ടാൻ അറിയില്ല. അത് ചളി കൂടെയാണ്. ടുട്ടു പൂണ്ടാ? എവിടെ പൂണ്ട്? ചെളി കൂടെയാണ് ചവിട്ടിട്ട് പോകുന്ന പിള്ളേർ. അപ്പോൾ നാട്ടും പുറത്തെ വീടുകളിൽ ഓരോ ദിവസത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവരോടും ടേക്ക് കെയർ. ബൈ.